തന്ത്രശാലിയാകാൻ ചാണക്യൻ നൽകുന്ന 7 ഉപദേശങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ സാമർഥ്യവും ഒരേ കഴിവുമുള്ള രണ്ടുപേരിൽ ഒരാൾ മാത്രം എപ്പോഴും വിജയിക്കുകയും മറ്റേയാൾ കഠിനാധ്വാനം ചെയ്തിട്ടും പരാജയപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന്? അല്ലെങ്കിൽ ജീവിതത്തിൽ ചിലർ മാത്രം എങ്ങനെയാണ് ഏതു പ്രതിസന്ധിഘട്ടത്തെയും അതിജീവിച്ച് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറുന്നത്? ഇതിനൊക്കെയുള്ള ഉത്തരം ഭാഗ്യം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാൻ വരട്ടെ. കാരണം വിജയമെന്നത് ഭാഗ്യത്തിന്റെ കളിയല്ല, മറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും തന്ത്രങ്ങളുടെയും ഫലമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആചാര്യ ചാണക്യൻ നമ്മളെ പഠിപ്പിച്ചതും അതാണ്. ഒരു സാധാരണ ബാലനെ ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ആ ബുദ്ധിരാക്ഷസന്റെ തന്ത്രങ്ങൾ ഇന്നും പ്രസക്തമാണ്. വെറുമൊരു കഠിനാധ്വാനിയായാൽ മാത്രം പോരാ, മറിച്ച് ഒരു തന്ത്രശാലി കൂടിയായാലേ ഈ ലോകത്ത് വിജയിക്കാൻ സാധിക്കൂ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ചാണക്യനീതിയിൽ നിന്ന് തിരഞ്ഞെടുത്ത നിങ്ങളെ ഒരു തന്ത്രശാലിയാക്കി മാറ്റുന്ന 7 സുപ്രധാന ഉപദേശങ്ങളാണ്. ജീവിതത്തിലെ ഏത് മത്സരത്തിലും മുന്നിലെത്താൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കും. നമ്മുടെ സമൂഹം പലപ്പോഴും നിഷ്കളങ്കതയെ ബലഹീനതയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അമിതമായി നല്ലവനായാൽ അത് മുതലെടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, കാട്ടിലെ മരങ്ങൾ നോക്കൂ, നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിവീഴ്ത്തപ്പെടുന്നത്. വളഞ്ഞ മരങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഇതിനർത്ഥം നമ്മൾ വക്രബുദ്ധികളാകണം എന്നല്ല, മറിച്ച് വരാനിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയാനും അതിനെ നേരിടാനും തക്കവണ്ണം ബുദ്ധിശൂർണതയുള്ളവരായിരിക്കണമെന്നാണ്. ഒരു തന്ത്രശാലി ചിന്തിക്കുന്നത് സാധാരണക്കാരൻ ചിന്തിക്കുന്നിടത്തുനിന്നല്ല. അവർ ഒരു പടികൂടി മുന്നിലാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാനും ശത്രുക്കളെ മിത്രങ്ങളാക്കാനും അവസരങ്ങളെ സൃഷ്ടിക്കാനും അവർക്കറിയാം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 7 കാര്യങ്ങൾ വെറും തിയറികളല്ല, മറിച്ച് പ്രായോഗികമായി ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന തന്ത്രങ്ങളാണ്. ഇനി ഒട്ടും സമയം കളയാതെ ആ 7 രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുക. ചാണക്യന്റെ ഏറ്റവും പ്രശസ്തമായ ഉപദേശമിതാണ്, മനസ്സാ ചിന്തിച്ചത് വചസാ പുറത്തു പറയരുത്. ഒരു തന്ത്രശാലിയുടെ ഏറ്റവും വലിയ ആയുധം മൗനമാണ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്ന് എതിരാളിയോ എന്തിന് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും അറിയാൻ പാടില്ല. നമ്മളിൽ പലർക്കുമുള്ള ഒരു ശീലമാണ് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ അതെല്ലാവരോടും വിളിച്ചു പറയുക എന്നത്. ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്നു എന്നിങ്ങനെ. എന്നാൽ ഓർക്കുക, നിങ്ങളൊരു പദ്ധതി വെളിപ്പെടുത്തുന്ന നിമിഷം മുതൽ അതിന്മേലുള്ള നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ആളുകൾ നിങ്ങളെ വിധിക്കാൻ തുടങ്ങും. അസൂയയുള്ളവർ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. ഇനി അഥവാ നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് വലിയൊരു അപമാനമായി മാറുകയും ചെയ്യും. ഒരു യഥാർത്ഥ തന്ത്രശാലി പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്, വാക്കുകളിലല്ല. അവർ പണി പൂർത്തിയാക്കിയ ശേഷം മാത്രം ഫലം ലോകത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇരുട്ടിലിരിക്കട്ടെ, വിജയം വെളിച്ചത്തു വരുമ്പോൾ അത് എല്ലാവരും അറിയും. 2. സമയവും കാലവും തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം കാലം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ്. ചാണക്യൻ ചോദിക്കുന്നു, കഹ കാലഹ, അഥവാ ഇപ്പോൾ സമയമെന്താണ്, അല്ലെങ്കിൽ സാഹചര്യമെന്താണ്? ഒരു തന്ത്രശാലിക്ക് എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും എപ്പോൾ പ്രതികരിക്കണമെന്നും കൃത്യമായി അറിയാം. ഉദാഹരണത്തിന്, ശക്തനായ ഒരു ശത്രുവിനെതിരെ നേരിട്ട് യുദ്ധം ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. ആ സമയത്ത് ക്ഷമയോടെ കാത്തിരിക്കുക, ഒളിച്ചിരിക്കുക, ശക്തി സംഭരിക്കുക. പിന്നീട് ശരിയായ സമയം വരുമ്പോൾ പൂർണ്ണശക്തിയോടെ തിരിച്ചടിക്കുക. കൊക്ക് ഇരപിടിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് അനങ്ങാതെ ഒറ്റക്കാലിൽ നിൽക്കും. മീനുകൾ വിചാരിക്കുന്നത് അത് ഉറങ്ങുകയാണെന്നാണ്. പക്ഷെ കൃത്യമായ അവസരം വരുമ്പോൾ ഒരൊറ്റ കുത്തിന് അത് ഇരയെ പിടിച്ചിരിക്കും. ഇതുപോലെയാണൊരു തന്ത്രശാലി. മോശം സമയത്ത് അവർ തലകുനിച്ചു നിൽക്കും. അത് അവരുടെ തോൽവിയല്ല, മറിച്ച് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് മുൻപുള്ള തയ്യാറെടുപ്പാണ്. സാഹചര്യം അനുകൂലമല്ലെങ്കിൽ പിന്മാറുന്നതിൽ നാണക്കേടില്ല, അത് ബുദ്ധിയാണ്. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ഇത്തരം അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ ലൈക്ക് സഹായിക്കും. അതുപോലെ നിങ്ങളൊരു തന്ത്രശാലിയാകാൻ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഐ ആം എ സ്ട്രാറ്റജിസ്റ്റ് എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ആത്മവിശ്വാസം അവിടെ തുടങ്ങട്ടെ. 3. ബലഹീനതകൾ ഒരിക്കലും വെളിപ്പെടുത്തരുത്. മൂന്നാമത്തെ ഉപദേശം വളരെ നിർണായകമാണ്. നിങ്ങളുടെ ബലഹീനതകൾ ആരുമായും പങ്കുവെക്കരുത്. ചാണക്യൻ പറയുന്നു, പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് പത്തി വിടർത്തി നിൽക്കണം. അതായത്, നിങ്ങൾ ദുർബലനാണെങ്കിൽ പോലും അത് പുറത്തു കാണിക്കരുത്. കാരണം ലോകം ബലഹീനരെ ചവിട്ടിമെതിക്കാൻ മടിക്കാത്ത സ്ഥലമാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ എന്നിവ എല്ലാവരോടും പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കരുത്. കാരണം ഇന്ന് നിങ്ങളുടെ കണ്ണീരൊപ്പാൻ വരുന്ന കൈകൾ തന്നെയായിരിക്കും നാളെ ആ ബലഹീനത ഉപയോഗിച്ച് നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത്. ഒരു തന്ത്രശാലി തന്റെ ബലഹീനതകളെ സ്വയം തിരിച്ചറിയുന്നു, എന്നിട്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പുറം ലോകത്തിനു മുൻപിൽ അവർ എപ്പോഴും ശക്തരായിരിക്കും. ആർക്കും തന്നെ മാനസികമായി തകർക്കാൻ കഴിയില്ലെന്ന് അവർ ഉറപ്പുവരുത്തും. വിഷമില്ലാത്ത പാമ്പ് ഭയം അഭിനയിക്കുന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ കുറവുകളെ മറച്ചുവെച്ച് ശക്തമായ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുക. 4. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. നാലാമത്തെ കാര്യം അനുഭവങ്ങളെക്കുറിച്ചാണ്. ചാണക്യൻ പറയുന്നു,
സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവൻ ബുദ്ധിമാനാണ്, എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവനാണ് യഥാർത്ഥ തന്ത്രശാലി. ജീവിതം വളരെ ചെറുതാണ്. എല്ലാ തെറ്റുകളും സ്വയം ചെയ്തു പഠിക്കാൻ നമുക്ക് ആയുസ്സുണ്ടാകില്ല. അതുകൊണ്ട് ചുറ്റുമുള്ളവരെ നിരീക്ഷിക്കുക. ഒരാൾ ബിസിനസ്സിൽ പരാജയപ്പെട്ടാൽ എന്തുകൊണ്ട് അയാൾ പരാജയപ്പെട്ടു എന്ന് പഠിക്കുക. ഒരാൾക്ക് നല്ലൊരു ബന്ധം നഷ്ടമായെങ്കിൽ അവിടെ സംഭവിച്ച പിഴവെന്താണെന്ന് മനസ്സിലാക്കുക. ഒരു സാധാരണക്കാരൻ തട്ടിപ്പിൽപ്പെട്ടതിനുശേഷം കരയുന്നു, എന്നാൽ ഒരു തന്ത്രശാലി തട്ടിപ്പിൽപ്പെട്ട മറ്റുള്ളവരെ കണ്ട് പാഠം പഠിക്കുകയും മുൻകരുതലെടുക്കുകയും ചെയ്യുന്നു. ചരിത്രം, വായന, നിരീക്ഷണം എന്നിവയിലൂടെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ സ്വന്തം അനുഭവങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം. അതാണ് വിജയത്തിലേക്കുള്ള എളുപ്പവഴി. 5. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക. 5ാമത്തെ ഉപദേശം പണത്തെക്കുറിച്ചാണ്. ചാണക്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പണമില്ലാത്തവന് ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, എന്തിന് സ്വന്തം ഭാര്യ പോലും അവനെ ബഹുമാനിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം, പക്ഷേ ഇതാണ് സത്യം. ഒരു തന്ത്രശാലിക്കറിയാം ധനം ഒരു വലിയ ശക്തിയാണെന്ന്. ആപത്തുകാലത്ത് നമ്മളെ രക്ഷിക്കാൻ പണത്തോളം പോന്ന മറ്റൊരു മിത്രമില്ല. അതുകൊണ്ട് വരുമാനത്തിനനുസരിച്ച് ചിലവാക്കുകയും ഭാവിക്കുവേണ്ടി സമ്പാദിക്കുകയും ചെയ്യുക എന്നത് ഒരു തന്ത്രശാലിയുടെ പ്രധാന ഗുണമാണ്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ലോകം നിങ്ങളുടെ തെറ്റുകളെപ്പോലും ന്യായീകരിക്കും. പണമില്ലെങ്കിൽ നിങ്ങളുടെ ശരികൾ പോലും ആരും കേൾക്കില്ല. അതിനാൽ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുക. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. ധനം നിങ്ങളെ സ്വതന്ത്രരാക്കും, ആരുടെയും മുൻപിൽ കൈനീട്ടേണ്ട ഗതികേട് ഒഴിവാക്കും. 6. വികാരങ്ങളെ നിയന്ത്രിക്കുക. 6ാമത്തെ കാര്യം വൈകാരിക ബുദ്ധിയാണ്. ചാണക്യൻ പറയുന്നു, കോപം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന്. ദേഷ്യം വരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും സന്തോഷം വരുമ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങളും പലപ്പോഴും വലിയ അബദ്ധങ്ങളിൽ കലാശിക്കാറുണ്ട്. ഒരു തന്ത്രശാലി ഒരിക്കലും വികാരങ്ങൾക്ക് അടിമയല്ല. അവർക്ക് ദേഷ്യം വന്നാൽ പോലും അത് അവരുടെ മുഖത്ത് കാണില്ല. അവർ ചിരിച്ചുകൊണ്ട് തന്നെ ശത്രുവിനെ നേരിടും. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചു ചീത്ത വിളിക്കുന്നത് സാധാരണക്കാരന്റെ രീതിയാണ്. എന്നാൽ ആ അപമാനം ഉള്ളിൽ സൂക്ഷിച്ച് സ്വയം വളർന്ന് നിങ്ങളുടെ വിജയത്തിലൂടെ അവർക്ക് മറുപടി നൽകുന്നതാണ് തന്ത്രശാലിയുടെ രീതി. നിങ്ങളുടെ വികാരങ്ങളെ മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തുക. എപ്പോഴും ശാന്തമായിരിക്കുക. ശാന്തമായ മനസ്സിന് മാത്രമേ വ്യക്തമായി ചിന്തിക്കാനും തന്ത്രങ്ങൾ മെനയാനും സാധിക്കൂ. 7. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. 7ാമത്തെയും അവസാനത്തെയും ഉപദേശം അമിതമായ വിശ്വാസം അപകടമാണ്. ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നദി, നഖമുള്ള മൃഗങ്ങൾ, കൊമ്പുള്ള മൃഗങ്ങൾ, ആയുധം ധരിച്ചവർ, രാജകുടുംബം എന്നിവരെ വിശ്വസിക്കരുത്. ഇതിന്റെ അർത്ഥം എല്ലാവരെയും സംശയത്തോടെ കാണണമെന്നല്ല, മറിച്ച് അന്ധമായ വിശ്വാസം ആരുടെ മേലും അരുത് എന്നാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നാളെ നിങ്ങളുടെ ശത്രുവായേക്കാം. ആ സമയത്ത് അവർക്ക് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്നത് വലിയ അപകടം ചെയ്യും. അതിനാൽ സൗഹൃദത്തിലും ബന്ധങ്ങളിലും ഒരു ചെറിയ അകലം അല്ലെങ്കിൽ ഒരു സുരക്ഷാ മതിലുകൾ എപ്പോഴും നല്ലതാണ്. സ്വയം വിശ്വസിക്കുക. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ളവനെ ആർക്കും ചതിക്കാൻ കഴിയില്ല. നമ്മൾ 7 കാര്യങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇതിൽ ഏത് ഉപദേശമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ഏത് കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉടനെ നടപ്പിലാക്കാൻ പോകുന്നത്? അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. കൂടാതെ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളെ, ചാണക്യൻ പറഞ്ഞ ഈ 7 കാര്യങ്ങൾ കേവലം അറിവുകൾ മാത്രമല്ല, ജീവിതം ജയിക്കാനുള്ള ആയുധങ്ങളാണ്. 1. പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുക. 2. ശരിയായ സമയം കാത്തിരിക്കുക. 3. ബലഹീനതകൾ മറച്ചുവെക്കുക. 4. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. 5. സാമ്പത്തിക ഭദ്രത നേടുക. 6. വികാരങ്ങളെ നിയന്ത്രിക്കുക. 7. അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഇവയിൽ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയാൽ മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. നിങ്ങൾ വെറുമൊരു മനുഷ്യനിൽ നിന്ന് ഒരു തന്ത്രശാലിയിലേക്ക് വളരും. ഓർക്കുക, ലോകം ഭരിക്കുന്നത് ശക്തിയുള്ളവരല്ല, ബുദ്ധിയുള്ളവരാണ്. ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലും ശക്തമായ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.